2026 ഇപ്പോൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആപ്പോ വെബോ AI വെച്ച് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ആപ്പോ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു യൂസേഴ്സിൻ്റെ എണ്ണം കൂടിക്കഴിയുമ്പോൾ അവിടെ വരുന്ന കുറച്ച് ലൂപ്പ് ഹോൾസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ലൂപ്പ് ഹോള് സെക്യൂരിറ്റി. നിങ്ങൾ AI കൊണ്ട് ഒരു ജനറേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഒരു നല്ലൊരു ഹാക്കറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സുഖമായിട്ട് ഒന്ന് ഹാക്ക് ചെയ്ത് കളയാൻ പറ്റും. ഞാൻ ഒരുപാട് യൂസ് കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വലിയ വെബ് ആപ്പൊക്കെ സുഖമായിട്ട് ഹാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് എൻഡ് സിസ്റ്റം ഹാക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഇമേജസ് എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ. ഞാൻ ഈ അടുത്ത് ഒരാളുടെ അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി 10 ലക്ഷം രൂപ ക്ലൗഡ് കോസ്റ്റ് വന്നതാണ്. അദ്ദേഹം അത് 4 ലക്ഷത്തിലേക്ക് കുറച്ച്. കാര്യം AI കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം, പക്ഷേ ഇവിടെ റിയൽ ഫണ്ടമെൻ്റൽസ്, കമ്പ്യൂട്ടറിൻ്റെ റിയൽ ഫണ്ടമെൻ്റൽസ് അറിയാതെ വൈപ്പ് കോഡ് ചെയ്ത് അത് പ്രൊഡക്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ നാശനഷ്ടങ്ങളായിരിക്കും. ഷോർട്ട് ടേമിൽ ഉണ്ടാവില്ല. ഷോർട്ട് ടേമിൽ നിങ്ങളുടെ യൂസേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കുമല്ല. പക്ഷേ ലോങ് ടേം ആയിട്ട് ചിന്തിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആപ്പോ ഒരു വെബ് ആപ്പോ യൂസേഴ്സിൻ്റെ എണ്ണം കൂടിക്കഴിയുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ ഇത് ഈ 2 ലൂപ്പ് ഹോൾസാണ് ഞാൻ കണ്ടെത്തിയത്. ഒന്ന് സെക്യൂരിറ്റി, ഒന്ന് ഒപ്റ്റിമൈസേഷനിൽ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ വരാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിയാതെ ഒരു വൈപ്പ് കോഡ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽസും എൻജിനീയറിങ്ങും ശരിക്കും അറിയണം. അതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ കമ്പനീസ് മെറ്റ, ഗൂഗിൾ, ഇവരൊക്കെ അത്രയും ടോപ്പ് സാലറി കൊടുത്തിട്ട് എന്തിനാണ് നിർത്തുന്നത്? ഇവർ ശരിക്കും റിയൽ എൻജിനീയറിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്, റിയൽ കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിങ്. അപ്പോൾ ആ ഒരു എൻജിനീയറിങ് ലെവലിലാണ് നമ്മുടെ ചിന്തകൾ. ആ എൻജിനീയറിങ് ലെവലിലായിരിക്കണം നമ്മുടെ ഓരോ ആപ്പും ഓരോ വെബ് ആപ്പും. നമ്മുടെ ആപ്പ് സ്കെയിലബിൾ ആവണം. സെക്യൂരിറ്റി, ഹൈ ലെവൽ സെക്യൂരിറ്റി, അതിനെക്കുറിച്ച് പഠിക്കണം. അതിന് ഒരുപാട് ബുക്സ് വായിക്കണം, ഒരുപാട് ആർട്ടിക്കിൾ വായിക്കണം. അങ്ങനെ സെക്യൂരിറ്റി കൂട്ടണം. അങ്ങനെ പല രീതിയിൽ പെർഫോമൻസ് കൂട്ടുന്നത് സിസ്റ്റത്തിനോട് പറയാം. ഇങ്ങനെ അതിനടുത്ത് ചോദിച്ചാൽ AI പെർഫോമൻസ് കൂട്ടാൻ പല മെത്തേഡ്സും ചെയ്യും. പക്ഷേ അത് റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ ആ കളിയൊക്കെ മാറും. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് വേണം ഒരു വലിയൊരു സിസ്റ്റം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോങ് ടേമിലേക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഈ ഒരു നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന് ഈ ഇഷ്യൂസൊക്കെ വരും.